ഹലോ, നമുക്കൊരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയാലോ? ദം ബിരിയാണിയാണ് ട്രൈ ചെയ്യണത്. ബീഫ് വെച്ചിട്ടുള്ള ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ബിരിയാണി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഡാൽഡ ഇടാം. ഡാൽഡ അല്ലെങ്കിൽ നെയ്യ് ഏതാ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങൾ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. ഡാൽഡ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷ്യൂ ഇടാം. കാഷ്യൂ ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരി ഇടാം. മുന്തിരി നല്ല രീതിയിൽ അതുപോലെ തന്നെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. സവാളയും ഫ്രൈ ചെയ്തെടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. ബിരിയാണി റൈസ് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. ഇതൊക്കെ കറിയായിരിക്കും. അതായത് ഒരു കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് ബിരിയാണി റൈസ് വേവിക്കാനുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വെള്ളം എടുത്തേക്കുന്നത്. വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഏലക്ക, കുരുമുളക്, പട്ട, ജാതിക്ക, ജീരകം, കല്ലുപ്പ്, കുറച്ച് സവാള, ആവശ്യത്തിന് കളറിന് വേണ്ടി മാത്രമുള്ള മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടാം. അതിനുശേഷം വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ബിരിയാണി റൈസ് തിളച്ച് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞങ്ങളുടെ സലാഡ് റെഡിയാക്കാൻ വേണ്ടി സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മോര് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് ഞങ്ങളുടെ സലാഡ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണി റൈസ് മിക്സ് ആക്കാം. നമ്മൾ നേരത്തെ സവാള വറുത്ത് മാറ്റി വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഈ ബിരിയാണി റൈസ് മിക്സ് ആക്കുന്നത്. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഏലക്ക, കുരുമുളക്, ജീരകം, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച സവാള, കാഷ്യൂ, മുന്തിരി, കറിവേപ്പില ഇതൊക്കെ കുറച്ച് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബിരിയാണി റൈസ് കുറച്ച് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി ആവശ്യത്തിന് എസൻസ് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് സെറ്റാക്കി വെക്കാം. ഇവിടെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ബീഫ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇവയൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ബീഫ് മാറ്റി ആവശ്യത്തിനുള്ള, അതായത് നമ്മുടെ ബീഫ് വെന്ത് കിട്ടാനുള്ള വിസിൽ കേൾപ്പിക്കാം. നമുക്ക് ബീഫ് കറി എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിവിടെ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വാടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില, പട്ട, ജീരകം ഇവയും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം നല്ലോണം ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിൻ്റെയും പച്ചമണം മാറി വരുമ്പോഴാണ് അതിലേക്ക് മോര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിനുള്ള പരിപാടി നോക്കാം. ദമ്മ് ചെയ്യാൻ പറ്റിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബിരിയാണി റൈസ്, അതിൻ്റെ മുകളിൽ ബീഫ്, പിന്നെ റൈസ്, കുറച്ച് നെയ്യ്, ബീഫ് ഇതുപോലെ ഒരു 3 ലെയർ ആക്കി എടുക്കാം. എന്നിട്ട് പാത്രം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അടച്ചൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് എടുത്താൽ നല്ലൊരു ബീഫ് ദം ബിരിയാണി റെഡിയാകും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ദം ബിരിയാണിയാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.